ഇനി നമുക്ക് പറയാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോളിന്റെ രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ്. അത് എവിടെയാന്ന് വെച്ചാൽ ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദി ഡൈപോൾ അറ്റ് എക്സ് ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് ഡൈപോൾ. അതിനെ നമ്മൾ ഈ ഇക്വിറ്റോറിയൽ എന്ന് പറയാറുണ്ട്. എന്ന് വെച്ചാൽ ഡൈപോളിന്റെ സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് എക്സ് ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സിറ്റുവേഷൻ ഒന്ന് വരച്ചു നോക്കാം. ഇത് -q ആണ് ചാർജ്, ഇത് +q, ഇതാണ് നമ്മുടെ ഡൈപോള്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈപോളിന്റെ ലെങ്ത്. അപ്പൊ ഇത് 0 അല്ലെങ്കിൽ O, ഇത് L, ഇത് L. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ സെന്ററിൽ നിന്ന് എക്സ് അകലത്തിൽ, അപ്പോൾ സെന്ററിൽ നിന്ന് ഏകദേശം ഇവിടെ എടുക്കാൻ ഞാൻ പോയിന്റ് എക്സ് അകലം, ഈ ഡിസ്റ്റൻസ് എത്രയാ? എക്സ് ഡിസ്റ്റൻസ് ആണ്. ഈ എക്സ് ഡിസ്റ്റൻസിൽ ഞാനൊരു പോയിന്റ് പി എടുക്കുകയാണെങ്കിൽ ഈ പി എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടെത്തേണ്ടത്. അതാണ് നമ്മൾ അടുത്ത ടാസ്ക്. ഇതാണ് നമ്മുടെ പോയിന്റ് പി. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ആ പോയിന്റിൽ എന്ത് ചെയ്യുക? +1 ചാർജിനെ വെക്കുക. എന്നിട്ട് അവിടുത്തെ ഫോഴ്സ് കൂളംസ് ലോ ഉപയോഗിച്ച് കണ്ടെത്തുക. അതായിരിക്കും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം 2 ചാർജ് ഇവിടെ ഉണ്ട്. 2 ചാർജ് ഉണ്ടായത് കൊണ്ട് 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തെ ചാർജിനെ ഞാൻ 1 എന്ന് വിളിക്കുകയാണ്, രണ്ടാമത്തെ ചാർജ് ഞാൻ 2 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റിൽ E1 ഉണ്ടാവും. ഒന്നാം ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, രണ്ടാമത്തെ ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ +1 ചാർജിനെ ആദ്യം വെച്ചു, +1 ചാർജ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഒന്നാമത്തെ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നോക്കുക, ഇത് നെഗറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ? അട്രാക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ E1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. ഇതായിരിക്കും E1ന്റെ ഡയറക്ഷൻ. ഞാൻ ജസ്റ്റ് ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റിയാണേ. നോക്കൂ, ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ E1ന്റെ ദിശ ഇങ്ങോട്ടായിരിക്കും ഉണ്ടാവുക. ഇതാണ് E1. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ദിശ എങ്ങോട്ടായിരിക്കും? നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കൂ, ഇത് +1 ആണ്, ഇത് +1, രണ്ടും പ്ലസ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ? റിപ്പൾഷൻ ആണ്, സ്വാഭാവികം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു ട്രയാങ്കിൾ ആക്കി ഞാൻ മാറ്റുകയാണെങ്കിൽ ഇതായിരിക്കും എന്തിന് ഡയറക്ഷൻ വരിക? E2. സിമ്പിൾ. അപ്പൊ E1ഉം കിട്ടി, E2ഉം കിട്ടി. അപ്പോൾ E1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും E2ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും വരിക? നിങ്ങൾക്കറിയാം, ഇതൊരു വെക്ടർ ആയിട്ട് എടുക്കുകയാണ്, ഇതൊരു വെക്ടർ ആയിട്ട് എടുക്കുക. അപ്പൊ ഇത് രണ്ട് വെക്ടറാണ്. അപ്പൊ 2 വെക്ടറും ഒന്ന് ഈ ഡയറക്ഷനും ആണ്, ഒന്ന് ഈ ഡയറക്ഷനും ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരിക. ക്ലിയർ അല്ലേ? ഈ നെറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടെത്തേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, പക്ഷെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഓപ്പോസിറ്റ് ആണ്. നേരത്തെ അങ്ങനെയല്ല, നേരത്തെ ഒരേ ഡയറക്ഷനിലായിരുന്നു. അപ്പോൾ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ എന്തുണ്ടാവും? ഒരു മൈനസ് ഉണ്ടാവും. അത് നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ഓൾറെഡി ഇതിന് കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ E1ഉം E2ഉം ആദ്യം ഒന്ന് കണ്ടെത്തണം. എന്നിട്ട് ആ E1 നമ്മൾ റിസോൾവ് ചെയ്യണം. റെസൊല്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും പ്രതീക്ഷിക്കണം. നമ്മൾ റെസൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ +1. സപ്പോസ് ഇതൊരു വെക്ടർ ആണ്, അല്ലെങ്കിൽ ഇതൊരു വെക്ടർ, അല്ലെങ്കിൽ ഇത് എക്സ്, ഇത് വൈ, അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്ന ഇത് എക്സ് ആക്സ്, ഇത് വൈ ആക്സ് എന്ന് വിചാരിച്ചോ. ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. സപ്പോസ് ഇതൊരു വെക്ടർ ആണ് വിചാരിച്ചോ R. ഈ ആറിന്റെ ആംഗിൾ, ആറ് ഈ എക്സുമായിട്ട് ആംഗിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ്? തീറ്റ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ സൈഡ് എന്തായിരിക്കും? റിസോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഈ പോയിന്റ് ഉണ്ടാവണമെങ്കിൽ ഇവിടെ എക്സും വൈയും വേണ്ടേ? എന്നാലും ഈ ആറിന് വെക്ടറിനെ എനിക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഇതല്ലേ എക്സ്, ഈ ഡിസ്റ്റൻസ് അല്ലേ വൈ, ഇത് എക്സ്, ഇത് വൈ എന്ന് വെച്ചാൽ ഈ എക്സും വൈ തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എക്സും ഈ വൈയും കണ്ടുപിടിക്കുന്ന പരിപാടിനെ പറയുന്നത് റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്താണ്? നിങ്ങൾക്കറിയാം ക്ലോസ് സൈഡ് ആണെങ്കിൽ തീറ്റയോട് ചേർന്ന് കിടക്കുന്ന സൈഡ് എപ്പോഴും കോസ് ആയിരിക്കും. വെക്ടറിന്റെ പേര് അതിന്റെ കോസ് ആയിരിക്കും. അപ്പൊ ഇത് ആർ കോസ് തീറ്റ ആയിരിക്കും. ഹെവേ കിടക്കുന്ന സൈഡ് എന്തായിരിക്കും? വെക്ടറിന്റെ പേര് അതിന്റെ സൈൻ തീറ്റ ആയിരിക്കും, ആർ സൈൻ തീറ്റ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സ് ആർ കോസ് തീറ്റയും വൈ ആർ സൈൻ തീറ്റ ആയിരിക്കും. ഇതാണ് റെസൊല്യൂഷൻ. ഇതൊന്ന് ഓർത്തിരിക്കണം, കാരണം നമുക്ക് ഇതിവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. കാരണം ഇതിന്റെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആംഗിളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് ഉപയോഗിക്കേണ്ടി വരും. സോ അത് ഞാൻ അവിടെ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി നോക്കൂ, ഇവിടെ നമുക്ക് വേണ്ടത് E1ഉം E2 ആണ് ആദ്യം. അപ്പൊ നമുക്ക് E1ഉം E2 എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഇക്വേഷൻ എന്താണ്? E = KQ / R² ആണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ E1ന്റെ ഡയറക്ഷൻ നമുക്ക് വേണം, അല്ല E1ന്റെ ഇക്വേഷൻ നമുക്ക് വേണം. അപ്പൊ E1ന്റെ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ഈ അകലം വേണം.
ഈ അകലം എനിക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഇത് L ആണ്, ഇത് X ആണ്. അപ്പൊ ഇതൊരു റൈറ്റ് ആംഗിളിൽ ട്രയാങ്കിൾ അല്ലേ? ഇതിങ്ങനെയല്ലേ ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ഇതെന്താണ്? ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? നിങ്ങൾക്ക് അറിയാം, ഇതേ സ്ക്വയർ പ്ലസ് ഇതേ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതേ സ്ക്വയർ ആണ്. ഇതേ സ്ക്വയർ പ്ലസ് ഇതേ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതേ സ്ക്വയർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഈ ഡിസ്റ്റൻസ് എന്താ പറയുക? റൂട്ട് ഓഫ് പൈതഗോറസ് തിയറം, എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇതും വരിക. കാരണം ഇത് എല്ലും ഇത് എക്സ് ആണ്. അപ്പൊ അങ്ങനെ ഡിസ്റ്റൻസ് എത്ര വരിക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പൊ അത് രണ്ടും കിട്ടി. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ പറ്റും. അവിടെ എന്താണ്? കെ ഫസ്റ്റ് ചാർജ് ആണ്, ക്യൂ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് എത്രയാ? ഇതല്ലേ? എന്താ വരിക? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പൊ റൂട്ട് അങ്ങ് പോകും. അപ്പൊ എന്താ വരിക? കെ ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്ന് വരും. അതാണ് എന്ത്? E1. ഇനി E2 എന്താ വരിക? E2 ഈസ് ഈക്വൽ ടു, നോക്കൂ, ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും സെയിം തന്നെയല്ലേ? മാറ്റമൊന്നുമില്ലല്ലോ. ചാർജ് ക്യൂ അല്ലേ? അപ്പൊ എന്താ വരിക? കെ ക്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ തന്നെ വരും. തെറ്റൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ റൂട്ട് അങ്ങ് പോകും. അപ്പോൾ കെ ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ E1ഉം E2ഉം കിട്ടിയ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും, E1ഉം E2ഉം സെയിം ആണ്. കാരണം കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ ആണ്, കെ ക്യൂ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. E2ഉം അത് തന്നെയാണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം E1 ഈസ് ഈക്വൽ ടു E2 ഈസ് ഈക്വൽ ടു, ഞാൻ E എന്ന് വിളിക്കുകയാണ് തൽക്കാലം. ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വിളിക്കുകയാണ്? E എന്ന് വിളിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്താ വരിക? കെ ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്ന് എഴുതാം. E1ഉം E2ഉം സെയിം ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി ഞാൻ ഇതൊന്ന് റിസോൾവ് ചെയ്യണം. കാരണം എനിക്ക് ഇതൊക്കെ വേണം. അപ്പൊ അതിന് വേണ്ടി ഞാൻ സപ്പോസ് ഈ ആംഗിൾ തീറ്റ എന്ന് വിളിക്കുകയാണ്. അത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ ആയിരിക്കും. സെന്റർ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? സുഖമായിട്ട് പിടിക്കാൻ പറ്റും. സപ്പോസ് ഇതൊരു ലൈനായിട്ട് എടുത്തോ. ഇതൊരു ലൈനാണ്, ഇതൊരു ലൈനാണ്. അപ്പോൾ രണ്ട് പാരലൽ ലൈനാ. അത് രണ്ട് പാരലൽ ലൈനാ. ആ പാരലൽ ലൈനെ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യുന്ന പോലെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും സെയിം ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ല. അപ്പൊ ഇത് തീറ്റ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ഇത് നോക്കൂ, ഇത് രണ്ടെണ്ണം, ഇത് E2, ഇത് E1. ഇത് സെന്റർ കൂടെ പോണത് നെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയാവൂലേ? കാരണം രണ്ട് ആംഗിളും സെയിം അല്ലേ? കാരണം ഈ രണ്ട് വെക്ടറിന്റെ സെന്റർ കൂടിയാണ് ഈ നെറ്റ് പോണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതും സെയിം തന്നെയല്ലേ വരിക? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ നെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്ന് റിസോൾവ് ചെയ്യണം. ആ റിസോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനൊന്ന് എക്സ്റ്റെൻഡ് ആയിട്ട് ഒന്ന് വരയ്ക്കുകയാണ്. താഴത്തൊന്നുകൂടെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഒരു ലൈന്, ഒരു ആക്സിസ്. പിന്നെ ഇത് നമ്മൾ ഈ നെറ്റ് ഇങ്ങോട്ടുണ്ട്, ഈ നെറ്റ്. പിന്നെ ഇവിടെ എന്താണ്? ഇത് E2, ഇത് E1. ഇത് രണ്ട് ആക്സിസ് ആണെന്ന് വിചാരിച്ചു. ഇത് തീറ്റയാണ്, ഇതും തീറ്റയാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ E2ന്റെ കാര്യം എടുക്ക്. ഇതൊരു ആക്സിസ് അല്ലേ? ഇതൊരു ആക്സിസ് അല്ലേ? ഇതൊരു വെക്ടർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ എനിക്ക് വെക്ടർ റെസൊല്യൂഷൻ അവിടെ ചെയ്തൂടെ? അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ തീറ്റയോട് ചേർന്ന് കിടക്കുന്ന സൈഡ് എപ്പോഴും എന്തായിരിക്കും? കോസ് തീറ്റ ആയിരിക്കും. വെക്ടറിന്റെ പേരെന്താണ്? E1, E2 ആണ്. നിങ്ങൾക്കറിയാം E1ഉം E2ഉം സെയിം ആയതുകൊണ്ട് എനിക്ക് എന്ത് വിളിക്കാം? അതിന് E എന്ന് വിളിക്കാം. ഞാൻ അവിടെ E എടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും എനിക്ക് എന്ത് വിളിക്കാം? ഈക്വൽ ടു E എന്ന് വിളിക്കാം. അപ്പൊ ഞാനിത് മായ്ക്കാണ്, ജസ്റ്റ് E എന്ന് തന്നെ എഴുതാം. അപ്പൊ പിന്നെ രണ്ടും അവിടെ എഴുതിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇത് E ആണ്, ഇതും E ആണ്. കാരണം E1ഉം E2ഉം ഇവിടെ എഴുതിയിട്ടുണ്ട്. E1ഉം E2ഉം ഒക്കെ E ആണ്. അപ്പൊ ഞാൻ അതവിടെ E എന്ന് തന്നെ ഇടുകയാണ്. അപ്പോൾ ഇതൊരു ആക്സിസ് അല്ലേ? ഇതൊരു വെക്ടർ അല്ലേ? ഇത് ചേർന്ന് കിടക്കുന്ന സൈഡ് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? E കോസ് തീറ്റ, സിമ്പിൾ. ഇതെന്താണ്? എവേ കിടക്കുന്ന സൈഡ് എന്താണ്? E സൈൻ തീറ്റ, സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു ആക്സിസ് അല്ലേ? ഇതൊരു വെക്ടർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കിടക്കുന്ന സൈഡ് എന്തായിരിക്കും? അത് E കോസ് തീറ്റയാണ്, നോ ഡൗട്ട്. ചേർന്ന് കിടക്കുന്ന സൈഡ് ഇതെന്താണ്? എവേ കിടക്കുന്ന സൈഡ് E സൈൻ തീറ്റ, സിമ്പിൾ. അപ്പൊ ഞാൻ ഈ ആക്സിസ് ഉപയോഗിച്ച് ഈ വെക്ടർ റിസോൾവ് ചെയ്തു. ഒരു കോമ്പണന്റ് ഇത്, ഒരു കോമ്പണന്റ് ഇത്. ഈ ആക്സിസ് ഉപയോഗിച്ച് ഈ വെക്ടർ റിസോൾവ് ചെയ്തു. ഒരു കോമ്പണന്റ് ഇത്, ഒരു കോമ്പണന്റ് ഇത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, ഈ സൈൻ തീറ്റയും ഈ കോസ് തീറ്റയും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഈ കോമ്പണന്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതും ക്യാൻസൽ ആയി പോകും. അപ്പൊ ഇത് നമുക്ക് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. പറഞ്ഞ മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ വെക്ടറിന്റെ ഒരു കോമ്പണന്റ് ആണ് ഇത്, ഒരു കോമ്പണന്റ് ആണ് ഇത്. ഈ വെക്ടറിന്റെ ഒരു കോമ്പണന്റ് ആണ് ഇത്, ഒരു കോമ്പണന്റ് ആണ് ഇത്. അപ്പോ രണ്ടും കൂടെ നമുക്ക് നെറ്റല്ലേ വേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ പറയുമ്പോൾ ഈ വെക്ടറിന്റെ ഈ കോമ്പണന്റ് ഈ ഡയറക്ഷനിലും ഈ വെക്ടറിന്റെ ഈ കോമ്പണന്റ് ഈ ഡയറക്ഷൻ ആവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവും. അപ്പോൾ ഇത് പരസ്പരം ക്യാൻസൽ ആയി പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് കോമ്പണന്റ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അതെന്താണ്? രണ്ട് E കോസ് തീറ്റയാണ്.
2 ഇ കോസ് തീറ്റയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇ നെറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? 2 ഇ കോസ് തീറ്റ എന്ന് എഴുതാം. കാരണം രണ്ടെണ്ണമാണ്, ഒന്നതും ഒന്നതും. രണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പറയുന്നത് തരുന്ന 2 കോമ്പണന്റ് ആണ്. അതെന്താണ്? ഒന്ന് ഇ കോസ് തീറ്റയും അടുത്തതും ഇ കോസ് തീറ്റ. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് എനിക്ക് എന്ത് ചെയ്യാം? ഈ നെറ്റ് 2 ഇ കോസ് തീറ്റ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അവിടെ ഇ നമ്മൾ ഓൾറെഡി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇതാ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കോസ് തീറ്റ എന്ന് കണ്ടെത്തണം. കോസ് തീറ്റ നമുക്ക് ഇവിടുന്ന് കണ്ടെത്താം, സുഖമാണ്. കോസ് തീറ്റ, അപ്പൊ കോസ് തീറ്റ നമുക്ക് കണ്ടെത്തി വെക്കാം. സിമ്പിൾ ആണ്. സപ്പോസ് ഞാൻ എടുക്കുന്നത് ഈ ട്രയാങ്കിൾ ആണെന്ന് വിചാരിച്ചോ. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇതെന്താണ്? ആംഗിൾ തീറ്റയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പൊ ഇത് ആണ് ആംഗിള് തീറ്റ, സമീപ വശം ബൈ കർണം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ. അപ്പൊ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ എന്താ വരിക? കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താ വരിക? എൽ ഡിവൈഡഡ് ബൈ ഇത് എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പോ എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പോ കോസ് തീറ്റ ആയി. ഇയുമായി കോസ് തീറ്റ ആയി. നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നെറ്റ് കിട്ടും. അതാണ് നമ്മുടെ ഈ ഇക്വിറ്റോറിയൽ. ഇ നെറ്റ് ഈസ് ഈക്വൽ ടു 2. ഇ എത്രയാണ്? കെ ക്യൂ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പൊ അത് കിട്ടി. കോസ് തീറ്റ എന്താണ്? എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്താ പറയാ? എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഇവിടെ നോക്കിയാൽ ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇത് നമുക്ക് ഇതിന്റെ പവർ 1 ആണ്. ഇതിന് നമുക്ക് റൂട്ട്, ഇതിനെങ്ങനെ എഴുതി കൂടെ? റൂട്ട് എക്സ് എക്സ് എഴുതി കൂടെ? ഇത് എക്സ് ആണ് വിചാരിച്ചോ, ഇത് റൂട്ട് എക്സ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് എക്സ് റൈസ് ടു 1 ഇൻറ്റു എക്സ് റൈസ് ടു ഹാഫ് എന്ന് എഴുതി കൂടെ? പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ എന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു, പറയൂ എന്താ വരിക? പവേഴ്സ് ആഡ് ചെയ്യുക. അപ്പൊ എന്താ വരിക? എക്സ് റൈസ് ടു 1/2 പ്ലസ് 1. അപ്പൊ എന്താ വരിക? എക്സ് റൈസ് ടു 3/2 എന്ന് എഴുതാം. അപ്പൊ ഇതെന്താണ്? എക്സ് റൈസ് ടു 3/2 ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു 2q അല്ലാണ്ട് 2q അല്ലെങ്കിൽ എഴുതാം. q ഇൻറ്റു ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. 2l ഇൻറ്റു k ഒന്ന് റീഅറേഞ്ച് ചെയ്തിരുന്നുള്ളൂ. ഡിവൈഡഡ് ബൈ ഇതെന്താ? ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതല്ലേ പവർ വരില്ലേ? അപ്പൊ നമ്മൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഹോൾ റൈസ് ടു 3/2. ഓക്കെ അല്ലേ? റെഡി അല്ലേ? സെറ്റ് അല്ലേ? നമുക്കറിയാം നേരത്തെ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? എക്സിന്റെ വാല്യൂ ഈ ഡിസ്റ്റൻസുമായി എല്ലിന്റെ വാല്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലുതാണ്. അപ്പോൾ എക്സ് മച്ച് ഗ്രേറ്റർ ദാൻ എൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എല്ലിനെ നെഗ്ലക്ട് ചെയ്യാം. അപ്പോ എന്താ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്താ? ഇത് പി അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കെ പി ഡിവൈഡഡ് ബൈ ഇതിനൊന്ന് സെറ്റ് ആക്കുമ്പോ എന്താ വരിക? ഇത് 0. അപ്പൊ എന്താ വരിക? എക്സ് സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ഇങ്ങനെ വരും. സെറ്റ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു കെ പി ഡിവൈഡഡ് ബൈ, നോക്കൂ ഇത് പോയി. അപ്പൊ എനിക്ക് ഇതിനെങ്ങനെ എഴുതാം? ഇത് പോയപ്പോ ഇങ്ങനെ ഉണ്ടാവും. ഇത് എക്സ് ആണെന്ന് വിചാരിച്ചോ. എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ആണ്. അപ്പൊ ഈ 2 × 2 വെട്ടിക്കളയാം. അപ്പൊ അവിടെ എക്സ് ക്യൂബ് മാത്രമായി. അപ്പോൾ ഈ 2 വെട്ടിക്കളയാം. അപ്പൊ അവിടെ എക്സ് ക്യൂബ് മാത്രമായി. അപ്പൊ കെ പി ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആയി ഈ ഇക്വിറ്റോറിയൽ ഈസ് ഈക്വൽ ടു കെ പി ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ഇതാണ് നമ്മുടെ അടുത്ത ഡെറിവേഷൻ. ഇതാണ് എന്ത്? ഇക്വിറ്റോറിയലിന്റെ ഡെറിവേഷൻ. എന്ന് വെച്ചാൽ ഈ ഡൈപോളിന്റെ കൃത്യമായിട്ട് സെൻട്രൽ നിന്ന് എക്സ് അകലത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ഇത്. ക്ലിയർ അല്ലേ? കെ പി ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഈ ഇക്വിറ്റോറിയൽ ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 1/4πε0 p ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് എഴുതാം. തെറ്റൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇനി വെക്ടർ ഫോം ആക്കുമ്പോൾ ഈ വെക്ടർ ഈസ് ഈക്വൽ ടു ഇക്വിറ്റോറിയൽ അല്ലേ? ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ അങ്ങോട്ടും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഓപ്പോസിറ്റും. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഇക്വേഷനിൽ എന്തിട്ട് കൊടുക്കേണ്ടി വരും? നെഗറ്റീവ് ഇട്ട് കൊടുക്കേണ്ടി വരും. -1/4πε0 p ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ്. ഇതാണ് നമ്മുടെ എന്ത്? ഇതിന്റെ വെക്ടർ ഫോം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഒരു ചെറിയ കാര്യം കൂടെ ഇവിടെ പറയാണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ആക്സിസിന്റെ ഇക്വേഷൻ തന്നെ ഈ ആക്സിയൽ ഈക്വൽ ടു എന്താണ്? 2kp ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ആണ്. പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ കെ പി ബൈ എക്സ് ക്യൂബ് എന്താന്ന് നമുക്കറിയാം.
KP/x³ എന്താണ്? ഇതാ ഈ ഇക്വിറ്റോറിയലാണ്. അപ്പൊ ഇത് ഈ ഇക്വിറ്റോറിയലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു റിലേഷൻ നമുക്ക് കിട്ടും ഇവിടെ. ഇ ആക്സിയൽ ഈസ് ഈക്വൽ ടു 2E ഇക്വിറ്റോറിയൽ എന്ന് എഴുതാം. ഇത് എക്സാമിന് ചോദിച്ചു കാണാറുണ്ട്. ഇത് റിലേഷൻ ആണ്. ഇ ആക്സിയൽ ഈസ് ഈക്വൽ ടു 2E ഇക്വിറ്റോറിയൽ കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. എക്സാമിന് 1 മാർക്കിന്റെ സെഷനിലൊക്കെ ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡൈപോൾ. ഡൈപോൾസിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ഫിസിക്കലായിട്ട് എന്തൊക്കെയാണ് ഡൈപോളുകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം, മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഇൻ മോസ്റ്റ് മോളിക്യൂൾസ് ദ സെന്റേഴ്സ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ലൈ അറ്റ് ദ സെയിം പ്ലെയിൻ. അപ്പൊ നമ്മൾ പല മോളിക്യൂൾസ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ CO2 പോലുള്ള മോളിക്യൂൾസ് എടുക്കുന്ന സമയത്ത് ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജിന്റെ സെന്റേഴ്സും ഒരേ പോയിന്റിലായിരിക്കും കോയിൻസൈഡ് നിൽക്കുക. കോയിൻസൈഡ് എന്ന് വെച്ചാൽ കൂടിച്ചേർന്നിരിക്കുക, കോയിൻസൈഡ് ചെയ്തിരിക്കുക. ദെർഫോർ ഡൈപോൾ മൊമെന്റ് ഈസ് 0 എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ സെപ്പറേറ്റ് ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, ചെറിയ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഡൈപോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ മോസ്റ്റ് ഓഫ് ദി മോളിക്യൂൾസ് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒരേ പ്ലേസിലായതുകൊണ്ട്, കോയിൻസൈഡ് ചെയ്ത പോലെ ആയതുകൊണ്ട് അവിടെ ഡൈപോൾ മൊമെന്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. പക്ഷേ നമ്മൾ അത്തരത്തിലുള്ള മോളിക്യൂളിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഒന്ന് സെപ്പറേറ്റ് ആവും. അപ്പൊ അവിടെ എന്തുണ്ടാവും, ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. അപ്പോൾ ഡൈപോൾ മൊമെന്റ് എപ്പോഴാണ് ഉണ്ടാവുക, എക്സ്റ്റേണലി ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്താണ് ഉണ്ടാവുക. അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് CO2 CH4 ആണ്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, ചില മോളിക്യൂൾസ്, സപ്പോസ് വാട്ടർ മോളിക്യൂൾസ്, H2O മോളിക്യൂൾസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവയുടെ പോസിറ്റീവ് മോളിക്യൂൾ അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കോയിൻസൈഡ് ചെയ്യാതെ തന്നെ ഓൾറെഡി എങ്ങനെയായിരിക്കും, ചെറിയ ഡിസ്റ്റൻസിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാതെ തന്നെ അതിന് ഇനീഷ്യൽ ആയിട്ട് തന്നെ എന്താവും, ഒരു ഡൈപോൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുക, നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ഡൈപോൾ ആവുക. പക്ഷെ ഇത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാതെ അത് ജനിക്കുമ്പോൾ തന്നെ അതിന്റെ ഫോർമേഷന്റെ ടൈമിൽ തന്നെ എന്താവും, അത്തരം മോളിക്യൂൾസ് പോസിറ്റീവും നെഗറ്റീവും ചെറിയൊരു ഡിസ്റ്റൻസിലാവും നിൽക്കുക. അപ്പോൾ അത്തരത്തിലുള്ള മോളിക്യൂൾസ് നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ മോളിക്യൂൾസ്. അതിന് ഉദാഹരണമാണ് എന്ത്, H2O. അപ്പോൾ ഇവിടെ നോക്കൂ, ഇൻ സം മോളിക്യൂൾസ് അല്ലെങ്കിൽ ഇൻ സം ദ സെന്റേഴ്സ് ഓഫ് ദി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജസ് ഡു നോട്ട് കോയിൻസൈഡ് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. Therefore they have a permanent dipole. അവർക്ക് എന്തായിരിക്കും, ഒരു പെർമനന്റ് ഡൈപോൾ ഉണ്ടാവും. ഇവൺ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടില്ലെങ്കിലും അവിടെ എന്തുണ്ടാവും, പെർമനന്റ് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടാവും. സച്ച് മോളിക്യൂൾസ് ആർ കോൾഡ് പോളാർ മോളിക്യൂൾസ്. അതിന് എക്സാമ്പിൾ ആണെന്ത്, H2O മോളിക്യൂൾ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പോളാർ മോളിക്യൂൾസ് എന്താണ്, അതേപോലെ പോളാർ മോളിക്യൂളിന്റെ എക്സാമ്പിൾ എന്താണ്. പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാതെ തന്നെ പെർമനന്റ് ഡൈപോൾ മൂവ്മെന്റ് ഉണ്ടാവുന്ന മോളിക്യൂൾ നമ്മൾ പറയുന്ന പേരാണെന്ത്, പോളാർ മോളിക്യൂൾ. അതിന്റെ ഉദാഹരണമാണ് എന്ത്, H2O മോളിക്യൂൾ. സോ ഇന്നത്തോടു കൂടെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തോടു കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് കണ്ട് അവസാനിപ്പിക്കാം. അപ്പൊ ടാറ്റ.